ഇതെല്ലാത്തും ട്രൈ ചെയ്യാനാ പറയില്ല കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും. ഹലോ, അപ്പം ഇന്നേ പേരും നാളും ഒന്നും അറിഞ്ഞിടാത്തൊരു മീനിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കെട്ടിയം കൊണ്ടുവന്നതാണ്. അപ്പം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണേ. നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ഒരു മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മീനിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ല പാട് കേട്ടോ ഗൈസ്. സ്കിന്നിന് നല്ല കട്ടിയായിരുന്നു. പ്രത്യേകിച്ച് വലിയ മുള്ളൊന്നുമില്ല, പക്ഷേ കുറച്ച് പാടായിരുന്നേ. പിന്നെ ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും നമ്മൾ ഇതിൽ ഇടാത്തതുകൊണ്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഈ ഇട്ട മസാലകൾ അതിൽ നന്നായിട്ട് പിടിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പം ആദ്യത്തെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മസാല ചെയ്യാം. നെക്സ്റ്റ് നാരങ്ങയും കൂടി. ജ്യൂസി. നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കതിനെടുത്ത് ഫ്രൈ ചെയ്യാം. ഫിഷ് എടുത്തിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഓയിലിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നാരങ്ങ നീരും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമുക്കിതിനെ തിരിച്ചിടാമേ. എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണുമാണ് കഴിച്ച്. അയ്യോ, അതുകൊണ്ട് നമുക്കിതാ തിരിച്ചിട്ടപ്പോൾ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. കുഴപ്പമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൈഡിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക, കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുക, നാരങ്ങയുടെ കുരു നമുക്കതിനെടുത്ത് മാറ്റാം. ഞാൻ മീനിനെ തിരിച്ചിട്ടാ. അത് കയ്യിൽ ഫോൺ അതുകൊണ്ട് ആകുമ്പോൾ ശരിയാവത്തില്ല. എന്നിട്ട് നമ്മളിതാ ഈ ഒരു സംഭവത്തിന് ഓൾറെഡി ഇതിൻ്റെ അടിയിലോട്ട് കൊടിച്ചിറങ്ങി ഗൈസ്. ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എന്നാലും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ്. ടേസ്റ്റിന് കുഴപ്പമൊന്നും കാണത്തില്ല. ടേസ്റ്റ് സൂപ്പറായിരിക്കും, പ്രതീക്ഷിക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കുറച്ച് നേരം അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കും. ഞാൻ വീഡിയോ എടുത്തിട്ടാണ് പിന്നീട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു ഗൈസ്. മറ്റത് ഭയങ്കര പാട്. നമ്മൾ വീഡിയോ എടുക്കും, വോയിസിടും ശരിയാവില്ല. ഇതാകുമ്പോൾ പിന്നെ എൻ്റെ സംസാരത്തിലങ്ങ് സംസാരിച്ചങ്ങ് പോകാമല്ലോ. അപ്പം സംഭവം ഒരു 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. കുറച്ച് അതായിട്ട് എടുത്താൽ മതി. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. എന്താ പറ്റിയത്? കുറച്ച് കരിഞ്ഞു പോയി ഗൈസ്. കുറച്ച് അതിൻ്റെ ആ സ്കിന്ന് കാണിച്ചു തരാം. കുഴപ്പമില്ല. സൂപ്പറല്ലേ ഗൈസ്, സൂപ്പർ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ചൂടുണ്ടോ കേട്ടോ. ആവി പറക്കുന്നത് കണ്ടോ? നമ്മൾ സാധാരണ മസാല സാധാരണ നമ്മൾ അങ്ങനത്തെ പച്ചമീനാണല്ലോ കഴിക്കാറ്. ഇത് തിന്നപ്പം വേറൊരു ടേസ്റ്റ്. കൊള്ളാം ഗൈസ്. നമുക്ക് ഇതുകൂടെ ഇടുമ്പോഴേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ല ചൂട് അപ്പം. ഓക്കെ, നമുക്ക് അപ്പം കൂടെ ഇട്ട് കഴിക്കാം. ഇതെല്ലാത്തും ട്രൈ ചെയ്യാനാ പറയില്ല കേട്ടോ. ഫിഷൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇതല്ലാതെ ഈ മീനിലൊക്കെ ഒരുപാട് മസാലയൊക്കെ ഇട്ടേ കഴിക്കൂ എന്നുള്ളവരുണ്ടല്ലോ, അവർക്കത് ഇഷ്ടപ്പെടും കേട്ടോ. ഹസ്ബൻഡ് ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ്. ഇഷ്ടംപോലെ മസാല. ഞാൻ അങ്ങനെയല്ല കേട്ടോ. തിരിച്ച് കഴിക്കാത്ത എന്തുണ്ടോ അതെല്ലാം ഞാൻ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.